ലീഡ് ഉയർത്തി വിജോയ് 4317 വോട്ടിന്. നിതീഷ് കുമാർ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും. നോക്കൂ, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള കരുക്കിട്ട നീക്കങ്ങൾ. അതെ, ശരത് പവാർ ഇപ്പോൾ പറഞ്ഞു. അത് മാത്രവുമല്ല, നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി സ്ഥാനം, ആഘോഷം. ആറ്റിങ്ങലിൽ വിജോയുടെ ലീഡ് എത്രയാണെന്നറിയോ? 4317. എത്രയാണ്? 4317. ഒന്നുകൂടെ 4317. നോക്കൂ, ജോയ്, എൻജോയ് വിജോയ്, എൻജോയ് വിജോയ്. ശശി തരൂർ വിജയം ഉറപ്പിച്ച കാര്യം ഞാൻ പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചിരുന്നു. 15974 വോട്ടുകളാണ്. വലിയ വിജയത്തിലേക്ക് ശശി തരൂർ പോകുന്നു. ഇതാ നോക്കൂ, മഹാരാഷ്ട്രയിൽ നിർണായക നീക്കവുമായി BJP എന്ത് BJP നീക്കം നടത്തിയാലും മഹാരാഷ്ട്രയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഉദ്ധവ് താക്കറെ ഒരു ഇഞ്ച് അനങ്ങൂല മഹാരാഷ്ട്രയിൽ നിന്ന്. ഉദ്ധവ് താക്കറെ പറയൂ, നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഉപപ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം. അതിനപ്പുറം ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സമ്രാട് ചൗധരിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകാതെ നിതീഷ് കുമാർ. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇന്നു രാത്രിയിൽ ഈ പകൽ ഒടുങ്ങുമ്പോൾ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കരുക്കിട്ട നീക്കങ്ങൾ, തിരക്കിട്ട നീക്കങ്ങൾ, കരു നീക്കങ്ങൾ നടക്കുന്നു ഡൽഹിയിൽ. അതെ, 7 മണിക്ക് നരേന്ദ്രമോദി യോഗം വിളിച്ചിട്ടുണ്ട്. ചതിയിൽ വഞ്ചന പാടില്ല എന്ന് പറയില്ലേ? ചതിയിൽ വഞ്ചനയാണ് നേരത്തെ നിതീഷ് കുമാർ കാണിച്ചിട്ടുള്ളത്. പക്ഷേ പാൽത്തൂറാം എന്ന് വിളി കേട്ടതോടുകൂടി നിതീഷ് കുമാർ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം